ഹലോ മൈ ഡിയർ വേൾഡ്, വെൽക്കം ടു അവർ ചാനൽ വ്ളോഗ് ആൻഡ് ബ്ലോഗ് പുനലൂർ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. സന്ധ്യയ്ക്ക് ഇക്ക പറഞ്ഞ് നീ പെട്ടെന്ന് റെഡിയായാൽ നമുക്കൊന്ന് ടൗണ് കറങ്ങിയിട്ട് വരാമെന്ന്. കേൾക്കേണ്ട താമസം, ഞാൻ റെഡി. ഈ കാണുന്നത് നമ്മുടെ വീടിനടുത്തുള്ള അമ്പലത്തിലേതാണേ. നമ്മുടെ വീട്ടിൽ നിന്ന് വലിയ ദൂരമില്ലേ ടൗണിലോട്ട് പോകാനേ. ശബരിമല സീസൺ ആയതുകൊണ്ട് റോഡ് മൊത്തം നല്ല തിരക്കാണ്. പുനലൂരിൽ നിന്ന് തമിഴ്നാട് സൈഡിലേക്ക് പോകാൻ കിടക്കുന്ന വണ്ടികളാണിവ. ശബരിമല ദർശനമെല്ലാം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അവരുടെ ഒരു ഇടത്താവളമാണ് ഈ പുനലൂർ. മണ്ഡലകാലത്ത് റോഡിൻ്റെ രണ്ട് സൈഡുകളിലും ഇതുപോലെ കടകളാണ്. ഇതെല്ലാം വെളിച്ചെണ്ണ, ചിപ്സ്, തേയില, കുരുമുളക്, ഏലക്ക, മറ്റ് സുഗന്ധദ്രവ്യങ്ങളെല്ലാം വിൽക്കുന്നതാണ് ഈ സ്റ്റോളുകൾ. കൂടെ ചായയും ലഘു കടികളുമുണ്ട്, ലോട്ടറി കടകളുമുണ്ട്. ഈ കടകളെല്ലാം മണ്ഡലകാലത്തിൽ മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല ബ്ലോക്കുള്ള റൂട്ടാണ് ഇത്. മണ്ഡലകാലമായതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. അങ്ങനെ നമ്മൾ TB ജംഗ്ഷനിലെത്തി. TB ജംഗ്ഷൻ തൊട്ട് അങ്ങോട്ട് പിന്നെ ഇതാണ് കാഴ്ച. കളർഫുൾ പുനലൂർ. തൂക്കുപാലം തലയെടുപ്പോടു കൂടി നിൽക്കുന്നു. ഞങ്ങളങ്ങനെ കല്ലടയാറിന് മുകളിലൂടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അത്ര വലിയ വീഡിയോ ആയിട്ടൊന്നുമില്ല, പക്ഷേ ഈ കാഴ്ചകളെല്ലാം നിങ്ങളിലോട്ടും എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. റോഡിൻ്റെ രണ്ട് സൈഡുമുള്ള കടകളെല്ലാം ലൈറ്റുകളാൽ നിറഞ്ഞു. ഇതിപ്പം കാണിക്കുന്നത് അഞ്ചൽ ഭാഗത്തോട്ട് പോകുന്ന റോഡാണ്. പിന്നെ ടെക്സ്റ്റൈൽസിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എവിടെ നോക്കിയാലും വെള്ളയും ചുമന്ന ഡ്രസ്സുകളുമാണ്. ഞാൻ പറഞ്ഞില്ലേ തുണികളുടെ കാര്യം, അത് തന്നെയാണ് ഇവിടുത്തെയും അവസ്ഥ. വെള്ളയും ചുമപ്പും, പല വിധത്തിലുള്ള പലതരം ഉടുപ്പുകൾ, ഡിസ്പ്ലേ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകൾ എല്ലാം ഒന്നിനൊന്നിനും മെച്ചം തന്നെ. കടയിലെല്ലാം അത്യാവശ്യം നല്ല തിരക്കുകളും ഉണ്ട്. ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ സെക്യൂരിറ്റി ചേട്ടൻ ഞങ്ങളെ തന്നെ നോക്കുമായിരുന്നേ. പുള്ളിക്കാരനൊരു മേരി ക്രിസ്മസ് ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ വീഡിയോ പിടുത്തം കണ്ടിന്യൂ ചെയ്തു. ഇത് പുനലൂരിൽ നിന്ന് കൊട്ടാരക്കര കൊല്ലം ഭാഗത്തോട്ട് പോകുന്ന വഴിയാണ്. ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും, നല്ല തിരക്കുണ്ട്. അത്യാവശ്യം വണ്ടിയും ആൾക്കാരും എല്ലാം ഉണ്ട്. എല്ലാ കടകളിലും നല്ല തിരക്കും ഉണ്ട്. ടെക്സ്റ്റൈൽസിൽ മാത്രമല്ല. ഞങ്ങളങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അത്യാവശ്യം തണുപ്പായി തുടങ്ങി. ക്രിസ്മസ് അല്ലേ, തണുപ്പില്ലാതെ എങ്ങനെയാ. ഫോൺ ഇടയ്ക്ക് ഷേക്ക് ആവുന്നത് കൊണ്ടാണ് ചെറിയ വെട്ടൽ. സാന്റ വേഷങ്ങളും റോഡിൻ്റെ ഇരുവശങ്ങളിലും ഉണ്ടേ. കുട്ടി സാന്റ മുതൽ വലിയ സാന്റ വരെ. റെസ്റ്റോറൻറ്റുകൾ, ടെക്സ്റ്റൈൽസ്, ബേക്കറി, ഇലക്ട്രിക് ഷോപ്പുകൾ, ജുവലറീസ്, ഫുഡ്വെയർസ് ഷോപ്പുകൾ, ഫാൻസി സ്റ്റോറുകൾ എല്ലാം ഡെക്കറേഷൻ്റെ കാര്യത്തിൽ ഒന്നിനൊന്നിനും മെച്ചം തന്നെയായിരുന്നു. ഇത് വൺ വേ ആണ്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ ഭാഗത്ത് ഒരു തിയേറ്ററുണ്ട്, ഇലക്ട്രിക് ഷോപ്പുകളുണ്ട്, ഇലക്ട്രോണിക്സ് കടകളുണ്ട്, പെയിൻറ്റ് കട, ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഇത് ഓക്സിജനാണ്. ഓക്സിജൻ ഉണ്ട്, പിട്ടാപ്പള്ളിയുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗിഫ്റ്റ് കട, ഇതിപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ട, തിരക്കോടെ തിരക്ക്. അങ്ങനെ ഞങ്ങൾ രാധാസിൻ്റെ ഭാഗത്തെത്തി. രാധാസ് എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസ് ആണ്. പുനലൂരുകാർക്കറിയാം രാധാസ്. ഇതൊരു മാളാണ്, ഡി മാള്. വെജിറ്റബിൾ ഷോപ്പിൻ്റെ മുന്നിലും തിരക്കോട് തിരക്ക് തന്നെ. വെജിറ്റബിൾ ഷോപ്പ് പോലും അലങ്കരിക്കാതെ ഇരുന്നിട്ടില്ലേ. എന്ത് രസമാണ് കാണാൻ, നോക്കിയേ. ഇവിടെയാണ് ഞാൻ പറഞ്ഞ രാധാസ്. ടെക്സ്റ്റൈൽസിന് മുന്നിൽ അത്യാവശ്യം തിരക്കുണ്ട്. തിരക്കിൻ്റെ കാരണം പിന്നീടാണ് മനസ്സിലായത്. കുടയും ചൂടി ഒരു സാന്റ നിന്ന് ആടുന്നു. കാണുന്നില്ലേ നിങ്ങൾ? കാല് നിലത്ത് തൊട്ടിട്ടില്ല. കൂടെ ഒരു എക്സ്പ്രസ്സും ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതാണ്. ഇതിൽ കസ്റ്റമേഴ്സിൻ്റെ വിഷസ് അവർ എഴുതി വെപ്പിച്ചിട്ടുണ്ട്. പ്രത്യേക ഭംഗി ഇത് കാണാൻ തന്നെ. അങ്ങനെ അവരുടെ ഡെക്കറേഷൻസ് നിങ്ങൾക്ക് മുന്നിലൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ക്രിസ്മസ് ട്രീയും മാനും ട്രെയിനും 2 സാന്റാമാരും, ഇതുകൊണ്ടൊരു സാന്റ, ഇതുകൊണ്ടൊരു സാന്റ, 2 സാന്റാമാരും എല്ലാമായിട്ട് തകർത്തു. ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ സാന്റ അടുത്ത് വന്നേ. എന്നിട്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു, സാന്റ ഒരു ഡാൻസ് കളിക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കാനാണെന്ന്. സാന്റ ഡബിൾ ഓക്കെ. ബാക്കി സ്റ്റാഫുകളും കൂടെ കൂടി. അങ്ങനെ ഡാൻസ് തുടങ്ങി.
സാൻഡാടെ എനർജി ലെവൽ കണ്ട് ഞങ്ങൾ ഞെട്ടി. തിരികെ ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി. പോകല്ലേ, വീഡിയോ തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. ഇത് പുനലൂരിലെ രാജരോഹിണി ഹാളിൽ ഒരു എക്സിബിഷൻ നടപ്പുണ്ടായിരുന്നു. ഹാപ്പി കാർണിവൽ 2025. ഡിസംബർ 22 തുടങ്ങിയതാണ്. 25 തീയതി വരെയേ ഉള്ളൂ. എല്ലാ ഐറ്റംസും ഉണ്ട്. ഓർണമെൻറ്റ്സ്, ഡ്രസ്സ് ഐറ്റംസ്, അതുപോലെ ഈ മെഹന്തി ഡ്രസ്സൊക്കെ ഹാൻഡ് മെയ്ഡ് കുർത്തീസിനൊക്കെ 750 രൂപ ആ റേഞ്ചൊക്കെയേ ഉള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. കോട്ടൺ ഉണ്ട്, ഷിഫോൺ ഉണ്ട്, ജോർജറ്റ് ഉണ്ട്. പല മെറ്റീരിയലിൻ്റെ പല ഹാൻഡ് വർക്ക് കുർത്തികൾ, അല്ലാതെ പ്രിൻറ്റഡ് കുർത്തീസ് എല്ലാം ഉണ്ടായിരുന്നേ. പിന്നെ നൈറ്റികൾ, ഡെക്കറേഷൻ ഐറ്റംസ്, ആയുർവേദ മെഡിസിൻസ് കാര്യങ്ങളെല്ലാം ഇത് ഉണ്ടായിരുന്നു. അധികം ആൾക്കാരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ അറിഞ്ഞതും വൈകിപ്പോയി. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഷോളുകൾ, നൈറ്റികൾ, ടോപ്പുകൾ, ചുരിദാറുകൾ, എല്ലാ ടൈപ്പും ഉണ്ട്. ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്ത് വാങ്ങിക്കാം. ഡിസ്പ്ലേ ആയിട്ടും കുറച്ച് മോഡൽസ് ഇട്ടിട്ടുണ്ട്, റേറ്റൊക്കെ ആയിട്ട്. ഇതെല്ലാം ഓർഗാനിക് പ്രൊഡക്റ്റുകളാണ്. മില്ലറ്റിൻ്റെ പല തരത്തിലുള്ള ഐറ്റംസുകളാണ്. കുട്ടികൾക്ക് കൊടുക്കുന്ന ബേബി ഫുഡായിട്ടും ഹെൽത്ത് മിക്സ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിവിടെ ഉള്ളത്. പിന്നെ വെളിച്ചെണ്ണ, മുളക് പൊടി, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഐസ്ക്രീംസ്, ഇതെല്ലാം ഇവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഐറ്റംസൊക്കെ ആയിരുന്നേ. ഇത് കപ്പ കൊണ്ടുള്ള വിഭവങ്ങൾ, ഡ്രസ്സിൻ്റെ വേറൊരു സ്റ്റോളാണിത്. ഇത് ഷോളുകൾ, നൈറ്റുകൾ എല്ലാം ഒരു 3-4 ഡ്രസ്സിൻ്റെ തന്നെ 3-4 സ്റ്റോളുകളുണ്ട്. ഇത് അച്ചാറുകൾ, ചക്ക ഐറ്റംസ്, ചക്കയുടെ പല രീതിയിലുള്ള ഫുഡ് ഐറ്റംസ്, ഓർണമെൻറ്റ്സ്, പിന്നെ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് ഫോട്ടോസ്, അതൊക്കെയായിരുന്നു. കുട്ടികളുടെ ക്ലിപ്പുകൾ, മാലക്കമ്മൽ, അങ്ങനത്തെ ഫാൻസി ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയുള്ള സ്റ്റോറുകളും ഉണ്ടായിരുന്നു. നെയിൽ പോളിഷ്, കാർപ്പറ്റുകൾ, പിന്നെ ഡെക്കറേഷൻ ഐറ്റംസ്, ഫ്ലവർ വൈസസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. പക്ഷേ സ്റ്റോള് 3-4 ദിവസത്തേക്കിനെ ഉള്ളായിരുന്നു. പിന്നീട് പോയത് ഇവിടെ അടുത്തുള്ള ചർച്ചിലായിരുന്നു. ക്രിസ്മസ് ആകുമ്പം ചർച്ചിൻ്റെയൊക്കെ അവസ്ഥ പറയണ്ടല്ലോ, വളരെ മനോഹരം. ഈ ചർച്ചിലെ ആ വലിയ സ്റ്റാർ നിങ്ങൾ കണ്ടില്ലേ, ഇത് നമുക്ക് ടൗണിൽ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയിരുന്നു, അത്ര ക്ലിയർ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അത് വേണ്ടാന്ന് വെച്ചത്. ചർച്ചിൽ പ്രാർത്ഥന നടക്കുകയായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. കുറച്ച് ആൾക്കാർ ചർച്ചിലുണ്ട്, കുറച്ചധികം പേർ ചർച്ചിലോട്ട് വരുന്നു. ഇവിടെ ആ ചർച്ചിൻ്റെ മുറ്റത്ത് ഇത് ചർച്ചിൻ്റെ മുറ്റത്തുണ്ടാക്കി വെച്ചിരിക്കുന്നൊരു പുൽക്കൂട് ആണ്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നറിയില്ല, പക്ഷേ കൊള്ളാമായിരുന്നു. പിന്നെ ലാസ്റ്റ് തൂക്കുപാലം. കറങ്ങി തിരിഞ്ഞ് അവസാനം തൂക്കുപാലത്തിൽ തിരിച്ചെത്തി. ഇതിൻ്റെ ഭംഗി പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുമല്ലോ. ഈ സമയത്തൊക്കെ അത്യാവശ്യം നല്ല തണുപ്പായി പുറത്ത്. അങ്ങനെ ക്രിസ്മസിനെ വരവേൽക്കാൻ നാടൊരുങ്ങി, കൂടെ ഞങ്ങളും. രാത്രി സമയത്ത് തൂക്കുപാലം തുറന്നു തരില്ല, 6 മണിയോടെ ക്ലോസ് ചെയ്തേക്കും. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.